ഖുർആന്റെ വാക്കുകൾ കേൾക്കാതെ കണ്ട് ഇസ്ലാമിന് എതിരായ പ്രവൃത്തികളാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നെങ്കിൽ വിട്ടേ. അവരോട് പറ, സന്തോഷ വാർത്ത അറിയിച്ചത് നാളെ നരകത്തിൽ മാരകമായ ശിക്ഷയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരി, അന്ത്യനാളിന്റെ അടയാളം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ പിൻപറ്റുന്ന കാലഘട്ടമായിരിക്കും. എല്ലാ സ്ത്രീകളും പുരുഷന്മാരുടെ കോലം കെട്ടുന്ന കാലഘട്ടമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അർബഅത്തുൻ, 4 വിഭാഗക്കാർ, യുസ്ബിഹൂന ഫീ ഖളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗക്കാരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ് രാവിലെയും വൈകിട്ടും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദി അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിൻ നിസാ വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർ റിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ്, പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണാണ്. നബിയുനാ റസൂലുള്ളാഹി ഖിയാമത്ത് നാളായിട്ട് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകുന്ന നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ പാന്റ് ടീഷർട്ട് വേണമെങ്കിൽ ചുമ്മാ ഒരു മഫ്ത, അത് ചുമ്മാ പേരിന് ഒരു ടീഷർട്ട്, ഇത്രയേ ഉള്ളൂ. ഇത് ഖിയാമത്തിന് അടയാളം. ആണുങ്ങൾ പെണ്ണിന്റെ വശത്തിന്. ആണുങ്ങളോ അവന്റെ കയ്യിലൊരു ചെയിന്, കഴുത്തിലൊരു ചെയിന്, ഇല്ലേ, കഴുത്തിലൊരു ചെയിന്, കയ്യിലൊരു ചെയിന്, ഒരു പൂന്നൂല്, ഇതൊക്കെ കെട്ടിയിട്ട് ആണുങ്ങൾ നടക്കുക. ഇത് പെണ്ണുങ്ങൾ ഇടേണ്ട സാധനമല്ലേ? ആണുങ്ങൾ ഉള്ളിടാൻ പോണെന്തിന്? അങ്ങനെ അവൻ ചെയ്തു കഴിഞ്ഞാൽ ഖിയാമത്തിന്റെ അടയാളമാണ്. മൃഗങ്ങളോട് വേഴ്ച ചെയ്യുന്നവൻ അല്ലാഹുവിന്റെ കോപത്തിന് അധീനനാണ്. സ്വവർഗ പ്രേമികളെ, സ്വവർഗ ഭോഗികളെ, അവർക്കും അല്ലാഹുവിന്റെ ശാപമാണെന്ന് പറഞ്ഞു. ഖിയാമത്തിന് അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ്. ആണിനെ കൊണ്ട് തൃപ്തിപ്പെടും, പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന നാണം കെട്ട വീഴ്ചയ്ക്ക് ജനങ്ങളെ തയ്യാറാകുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിനും ഹദീസിനും ഇസ്ലാമിക ആദർശങ്ങൾക്കും എതിരായി ഈ സമുദായം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ സൽമാൻ യലി ഉമ്മതി ഖൗമൻ ജുസഫുഹും ജുസഫുൻ നാസ്. എന്റെ സമുദായത്തിന്റെ ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് അന്നൊരു വിഭാഗമായിരിക്കും സൽമാൻ. ജുസഫുഹും ജുസഫുൻ നാസ്, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാണ്. വഖുലൂബുഹും ഖുലൂബുശ് ശയാതീൻ, അവരുടെ ഹൃദയങ്ങളോ പിശാചിനെ പോലുള്ള ഹൃദയമാണ്. ഇൻ തകല്ലമൂ ഖതലൂ, അവർക്കെതിരെ നീ സംസാരിച്ചാൽ അവർ നിങ്ങളെ കൊന്നുകളയും. വഇൻ സകതൂ ഇസ്തബാഹൂ, അവർക്കെതിരെ സംസാരിക്കാതെ അവർ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾക്ക് നീ മൗനം ദീക്ഷിച്ചാൽ അത് തന്നെ ലാക്കെന്ന് കരുതി നിയമങ്ങളെ അവർ മാറ്റിമറിക്കും. ഇതുവരെ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ ചവിട്ടി മെതിക്കുകയും ഇസ്ലാമിക ആദർശങ്ങളെ മാറ്റത്തിരുത്തൽ വരുത്തുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും സൽമാൻ. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായം കണ്ടാൽ തകൂനു ഇമാറത്തുൻ നിസാ വ മുശാവറത്തുൽ ഇമാം. അന്ന് അധികാരത്തിന്റെ 50% പെണ്ണുങ്ങളായിരിക്കും സൽമാൻ. അന്ന് പുരുഷന്മാര് പോലും, അധികാരികളായിരിക്കുന്ന പുരുഷന്മാര് പോലും സ്ത്രീകളോടായിരിക്കും മുശാവറ ചെയ്യുന്നത് സൽമാൻ. അങ്ങനെ ഒരു കാലം വന്നാൽ വരുമോ നബിയേ? അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ യകൂനുൽ മതറു ഖൈളാ വൽ വലദു ഖൈളാ വതഫീദുൽ ലിആമു ഫൈളാ വതഗീദുൽ ലിആമു ഖൈളാ വതഫീദുൽ കിറാമു ഫൈളാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടാൽ അന്ന് മഴ അല്ലാഹു പിടിച്ചു വെക്കും സഹാബ. യകൂനുൽ മതറു ഖൈളാ, മനുഷ്യന് ആവശ്യമുള്ള മഴ ലഭിക്കുകയില്ല സഹാബ. വൽ വലദു ഖൈളാ,
മക്കളെല്ലാം പിഴച്ചു പോവുകയും മാതാപിതാക്കളുടെ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുകയും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും. തെമ്മാടികൾ അന്ന് അധികരിക്കുന്ന കാലഘട്ടമായിരിക്കും. സാലിഹീങ്ങളായ മാന്യന്മാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരിക്കും. നബീന റസൂലുള്ളാഹി ഒരു കാലഘട്ടം വന്നാൽ ശരിയല്ലേ? ഒതുങ്ങി ഇറക്കാൻ പറ്റുമോ? പറ്റുന്നില്ല, വരാൻ പോതേ ഉള്ളൂ. പർദ്ദ ധരിക്കണ്ടെന്ന് ലോക സൂക്കി സമ്മേളനം നടന്നു. സൂക്കി സമ്മേളനം, സൂഫിയല്ല സൂക്കി സമ്മേളനം. എന്നിട്ട് അതിനകത്ത് തീരുമാനം എടുത്തല്ല പർദ്ദ ഒന്നും ധരിക്കണ്ട. ഹൗസ് ധരിക്കണ്ടെന്ന് പറയാൻ ഏറ്റവും വലിയ ഹൈറായിപ്പോയി. ഏറ്റവും വലിയ സമ്മേളനം ലോക സൂക്കി സമ്മേളനം, ചന്ത സമ്മേളനം. ആ സമ്മേളനം എന്ന കാര്യങ്ങളെന്ന് ആലോചിച്ചു. മോഡിയെ വിളിച്ചിട്ട് മുസ്ലിങ്ങൾ ആദരിച്ച് തൊപ്പിയിട്ട് കൊടുത്ത് സ്വീകരിച്ചില്ല. ചോടോ മോഡി വിളിച്ച ചാപ്പാട് പഠിച്ചിട്ട് അവൻ കൊടുത്ത കാവ്യ വസ്ത്രം മുസ്ലിയാക്കന്മാർ പോയി തല പിടിച്ച് ഒരാഴ്ച വെട്ട് തലക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. മുസ്ലിയാക്കന്മാർ അല്ലേ? അവന്റെ കാവ്യ നമ്മൾ സ്വീകരിച്ചു. നമ്മളെന്ന ഒരു തൊപ്പി ആദരിച്ച് വെച്ചു കൊടുത്ത സ്വീകരണം. അയാളുടെ ആദർശം അയാൾ ഉറക്കെ പിടിച്ചു. മുസ്ലിമാന്റെ ആദർശം അവിടെ കൊണ്ടവൻ പണയപ്പെടുത്തി. ഖിയാമത്തിന്റെ അടയാളം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയൽതമിസു ദുനിയാ ബിഅമലിൽ ആഖിറ. ആഖിറത്തിന്റെ പേരും പറഞ്ഞ് ദുനിയാവിനെ കച്ചവടം ചെയ്യുന്ന ഉലമാക്കളെന്നുണ്ടാകും. വയുബാഉദ്ദീനു ബിദ്ദുനിയാ. ദുനിയാവിന് വേണ്ടി ദീനിനെ കച്ചവടം ചെയ്യുന്നവരുണ്ടാകോ. ആ കാലഘട്ടത്തിൽ സമ്പന്നനെ ഉയർത്തി പൊക്കിക്കാട്ടുന്ന കാലഘട്ടമായിരിക്കും. നബിയുനാ റസൂലുള്ളാഹി സമ്പന്നമായ വ്യക്തി പറയും, അവരൊക്കെ ഭരണാധികാരികളെ അവരൊക്കെ അവരെന്ത് സിർ കാണിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെയൊക്കെ പൊക്കി പൊക്കി പറയും. അങ്ങനത്തെ ഒരു കാലമായിരിക്കും. അത് ഖിയാമത്തിന് അടയാളമാത്തോടുകൂടിയേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് ഔകമാ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അതാണ് സുലർന്ന വാക്കാൻ. എല്ലാ സംഭവം വന്നില്ലേ? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം വന്നില്ലേ? ഏകദേശമൊക്കെ എല്ലാം വന്നു. ഇനി നമുക്ക് പ്രസംഗം നിർത്താം. എൻ്റെ അടുത്ത് ഷഫീഖ് ഉസ്താദ് പറഞ്ഞു, ചോദിച്ചാൽ മതി, തരുന്നവർ തരട്ടെ, പിന്നെ ബാക്കി കണ്ട ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് വരുന്ന ചങ്ങാതി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചിരുന്നു. ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുണ്ടടാ വല്ലണ്ടടാ നാളെ കൊണ്ടുവരും അല്ലേ? കവറൊക്കെ കൊടുത്തിട്ടെല്ലാം പെണ്ണുങ്ങളൊക്കെ നാളെ ആലോചിച്ച്. അല്ലാഹ്, പെണ്ണുങ്ങളൊന്നും പോയാൽ പെട്ടെന്നൊന്നും കിട്ടുന്ന പോലെ പ്രതീക്ഷിക്കാനും വേണ്ട. കുറേയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണം, എന്നാലേ ഒന്ന് ചിരിക്കത്തുള്ളൂ മുഖത്ത് നോക്കിയിട്ട്. അതാണ് അതിൻ്റെ ശൈലി, അങ്ങനെ തന്നെയാണ്. പെട്ടെന്നില്ലേ നബിതങ്ങൾ പറഞ്ഞല്ലേ, ഒറ്റയടിക്കൊന്നും നിവർത്താൻ പറ്റാത്ത സാധനമാണ് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഒറ്റയടിക്ക് നിവർത്താൻ പറ്റില്ല, കുറെ ത്യാഗം സഹിക്കണം. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പെണ്ണുങ്ങൾക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു സംഭവം എല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു വണ്ടിയുടെ ചരിത്രവും ചിതറി വീണ് കിടക്കുന്ന ആ രക്തവും ശരീരത്തിന്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പരവൂര് വെടിക്കെട്ട് അപകടമൊക്കെ ഒന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങന്മാരിപ്പം പൈസ ഇറക്കിത്തരും. അതല്ലാതെ കണ്ട് മാന്യമായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലൊന്നും കൊടുക്കുകയൊന്നുമില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ എല്ലാം ഇളക്കി മറിക്കണം. മൊത്തത്തിൽ ചോദിക്കുമ്പോൾ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻഫഖി. ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖുള്ള മകളോട് പറഞ്ഞു, അസ്മാ നീ ചെലവ് ചെയ്യും. വലാ തുഇ ഫയുഇ അല്ലാഹു അലൈക്. നീ പിടിച്ചു വെക്കരുത് കേട്ടോ, അള്ളാഹു നിനക്കും പിടിച്ചു വെക്കും. നീ ചെലവ് ചെയ്യണം, എങ്കിൽ അള്ളാഹു നിനക്കും ചെലവ് ചെയ്ത് ഇഷ്ടം പോലെ തരും. നീ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു നിനക്കും പിടിച്ചു വെക്കും. അതുകൊണ്ട് നീ ചെലവ് ചെയ്യണം. അത് പെണ്ണുങ്ങളെ നോക്കിയിട്ടാണ് നബിയുടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ കൂടി നിന്നൊരു ചെറിയൊരു സഹായമൊക്കെ നമ്മുടെ ഈ സാധുക്കളായ കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഈ പദ്ധതിയെ പരിപൂർണമായി വിജയിപ്പിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. വാഖിർ ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامه. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. يا حي يا قيوم برحمتك نستغيث اصلح لنا شأننا كله ولا تكلنا الى انفسنا طرفة عين. അള്ളാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണ റഹ്മാനെ. ഞങ്ങളുടെ നസീഹത്ത് നീ സ്വീകരിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ സദഖകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പാക്കണേ അല്ലാഹ്, ഒഴിവാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഇസ്രാഫുകൾ, അനാവശ്യങ്ങൾ, അശ്ലീലങ്ങൾ നീ മാപ്പാക്കി താ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന നന്മയുടെ പേരിൽ ഞങ്ങളുടെ തിന്മകളെയെല്ലാം നീ മാപ്പാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് താ അല്ലാഹ്, ഹിഫ്ദിൽ ബർക്കത്ത് താ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ഉസ്താദുമാർ, മുതല്ലിമീങ്ങളെ, മുദരിസന്മാരെ എല്ലാവരും നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളെ ഉഖ്റവികളായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. നരകത്തിന്റെ അവകാശികളാക്കല്ലേ അല്ലാഹ്, ദുനിയാവിന്റെ പണ്ഡിതന്മാരാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പല പല രോഗങ്ങൾ, അപൂർവമായ രോഗങ്ങൾ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കണം. പടച്ചവനെ മാരകമായ രോഗങ്ങളെ തൊട്ട്, ചികിത്സയില്ലാത്ത രോഗങ്ങളെ തൊട്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. പടച്ചവനെ കുഷ്ഠരോഗത്തിൽ നിന്ന്, അർബുദത്തിൽ നിന്ന്, പാണ്ടിൽ നിന്ന്, വെള്ളപ്പാണ്ടിൽ നിന്ന്, അല്ലാഹുവേ ക്യാൻസറിൽ നിന്ന്, റഹ്മാനെ വിഷ രോഗങ്ങളിൽ നിന്ന് പടച്ചവനെ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. നീ മാപ്പാക്കിത്താ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളുകളും ആലിമീങ്ങളും സാലിഹീങ്ങളും സാലിഹാത്തുകളും ആക്കണേ അല്ലാഹ്. വഴിപിടപ്പിക്കല്ലേ പടച്ചവനെ റബ്ബേ. മാതാപിതാക്കൾ ഗുണം ചെയ്യുന്ന പുറത്തഴിനായ മക്കളെ താ പടച്ചവനെ. വിവാഹം കഴിച്ച മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ദമ്പതികൾക്ക് സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്, സാലിഹത്തായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം നൽകിയവർ, അല്ലാഹുവേ ഇതിനു വേണ്ട 1 രൂപയെങ്കിലും തന്ന് സഹായിച്ചവർ, അല്ലാഹു നീ അവരെ സഹായിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ പദ്ധതിയെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഈ യുവാക്കളെ നീ അർശന്റെ തമല് കൊടുത്ത് നീ ആദരിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.